ഹായ് ഓൾ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്മാർട്ട് ഫോൺ റിയൽമി നാർസോ 70 ടർബോ 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. 15,000 രൂപയാണ് ഈ സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് റേഞ്ച്. അപ്പോൾ കൂടുതൽ സമയം കളയാതെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. പ്രോസസ്സർ MediaTek Dimensity 7300 ചിപ്സെറ്റാണ് നൽകിയിരിക്കുന്നത്. 2.5 GHz ഇത് ക്ലോക്ക് ചെയ്തിരിക്കുന്നത്. 8 കോർസ് ഉള്ള CPU ആണിത്. 2.5 GHz ഫോർ പെർഫോമൻസ് കോഴ്സും 2 GHz ഫോർ എഫിഷ്യൻസി കോഴ്സുമാണ് ഉള്ളത്. 4nm ഫാബ്രിക്കേഷൻ ടെക്നോളജി നിർമ്മിച്ച പ്രോസസ്സറാണിത്. ഇതിൽ വരുന്ന GPU മാലി G615 MP2 GPU ആണ്. പ്രോസസ്സറിലേക്ക് വന്നാൽ Dimensity 7300 ഇതിൻ്റെ ഓൾട്ടർനേറ്റീവായി വരുന്ന പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 7S Gen 3 ആണ്. രണ്ടിൻ്റെയും പെർഫോമൻസ് സിമിലർ ആണ്. 15,000 രൂപ എന്ന പ്രൈസ് റേഞ്ചിന് ബെസ്റ്റ് പ്രോസസ്സർ തന്നെയാണ് റിയൽമി നാർസോ 70 ടർബോ 5Gയിൽ തന്നിട്ടുള്ളത്. ഇനി സ്റ്റോറേജിലേക്ക് വന്നാൽ LPDDR4Xൻ്റെ 8GB റാമാണ് തന്നിട്ടുള്ളത്. UFS 3.1ൻ്റെ 128GB ഇന്ത്യൻ ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. മെമ്മറി കാർഡ് ഉള്ള ഓപ്ഷനുണ്ട്. 1 TB വരെയാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നാൽ 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് തന്നിട്ടുള്ളത്. 1200 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ്. 395ൻ്റെ പിക്സൽ ഡെൻസിറ്റി ആണ് ഈ ഡിസ്പ്ലേക്കുള്ളത്. 120 Hzൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണിത്. 240 Hzൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഉണ്ട്. പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് തന്നിട്ടുള്ളത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റും തന്നിട്ടുണ്ട്. ഡിസ്പ്ലേയിലേക്ക് വന്നാൽ മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനും ഒരു ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെയാണ് റിയൽമി നാർസോ 70 ടർബോ ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ക്യാമറയിലേക്ക് വന്നാൽ റൈറ്റ് സൈഡിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് തന്നിട്ടുള്ളത്. 50 MBയുടെ മെയിൻ സെൻസറും 30 MBയുടെ സെക്കൻഡറി സെൻസറുമാണ് ഉള്ളത്. 50 MBയുടെ മെയിൻ സെൻസറിൽ 4K 30 FPS വരെ മാക്സിമം റെക്കോർഡ് കേപ്പബിലിറ്റി ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സെക്കൻഡറി തന്നിരിക്കുന്ന 30 MBയുടെ അൾട്രാ വൈഡ് ക്യാമറയിൽ 1080p 30 FPS വരെയായിരിക്കും മാക്സിമം റെക്കോർഡിംഗ് കേപ്പബിലിറ്റി. ഇനി ഫ്രണ്ട് സൈഡിലേക്ക് വന്നാൽ 60 മെഗാപിക്സലിന്റെ സെൽഫി ഷൂട്ടറാണ് തന്നിട്ടുള്ളത്. 1080p 30 FPS വരെയാണ് മാക്സിമം റെക്കോർഡിംഗ് കേപ്പബിലിറ്റി. റിയൽമിയുടെ ക്യാമറ ആയതുകൊണ്ട് തന്നെ സാച്ചുറേറ്റഡ് ഫോട്ടോസ് ആയിരിക്കും ഇതിൽ നിന്നും കിട്ടുക. ഓവറോൾ നോക്കിയാൽ വലിയ മോശമില്ലാത്ത രീതിയിലുള്ള ക്യാമറ പെർഫോമൻസ് ഇതിൽ നിന്നും ലഭിക്കും. ഇനി ബാറ്ററിയിലേക്ക് വന്നാൽ 5000 mAhന്റെ ബാറ്ററിയാണ് തന്നിട്ടുള്ളത്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുമുണ്ട്. USB Type-C 2.0 ആണ് വെർഷൻ. ഇനി സോഫ്റ്റ്വെയറിലേക്ക് വന്നാൽ റിയൽമി UI 5.0 ബേസ്ഡ് ഓൺ Android 14 ഫോൺ ലോഞ്ച് ചെയ്യുക. ഇനി അതർ ഫീച്ചേഴ്സ് എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാൽ ഡുവൽ 5G സപ്പോർട്ടുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് സപ്പോർട്ടുണ്ട്. IP54ൻ്റെ ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റന്റ് സപ്പോർട്ടുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് തന്നിട്ടുണ്ട്. പിന്നെ റെയിൻ വാട്ടർ ടച്ച് എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ വെള്ളമുണ്ടെങ്കിലും നമുക്ക് ഫോണിൽ ടച്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ വേപ്പർ കൂളിംഗ് സിസ്റ്റം തന്നിട്ടുണ്ട്. ഡുവൽ മൈക്ക് നോയിസ് ക്യാൻസലേഷൻ തന്നിട്ടുണ്ട്. Wi-Fi 6 ആണ് തന്നിട്ടുള്ളത്. ബ്ലൂടൂത്ത് 5.2 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ കൺക്ലൂഷനിലേക്ക് വന്നാൽ സെപ്റ്റംബർ 24 ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്നാണ് റൂമേഴ്സ് പ്രകാരം അറിയാൻ സാധിച്ചത്. 15,000, 16,000, 17,000 ഈ ഒരു പ്രൈസ് റേഞ്ചിൻ്റെ ഇടയിലായിരിക്കും ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ളത്. ഈ ഒരു വിലയ്ക്ക് നല്ല ബെസ്റ്റ് സ്മാർട്ട് ഫോൺ തന്നെയാണ് റിയൽമി നാർസോ 70 ടർബോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് ഒരു റിയൽമി സ്മാർട്ട് ഫോൺ വേണം, അത്യാവശ്യം ഗെയിം കളിക്കണം, ലാഗ് ആവരുത്, ഡെയിലി യൂസേജിന് അങ്ങനെ ലാഗ് ഇഷ്യൂസ് ഒന്നും വരരുത്, അത്യാവശ്യം ക്യാമറ പെർഫോമൻസ് എല്ലാം 15,000 രൂപ തൊട്ട് 17,000 രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് റിയൽമി നാർസോ 70 ടർബോ 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിധേന എന്നെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ സ്മാർട്ട് ഫോൺ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ബൈ.